ഹായ്. ക്രിഷ് ജഗർലമുടി സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ തെലുങ്ക് ആക്ഷൻ ക്രൈം ഡ്രാമ ചിത്രമായ ഘാട്ടി എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ സിനിമയുടെ മലയാളമാണ് ഞാൻ കണ്ടത്. ഇത് തെലുങ്ക് ആണ് ഈ സിനിമ. അതിന്റെ മലയാള ഡബിംഗ് ആണ് ഞാൻ കണ്ടത്. കുഴപ്പമില്ല മലയാളം. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഇമോഷൻ സീൻ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മലയാള ഡബിംഗ് കുറച്ച് മോശമാണ്. എന്നാലും കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റും. അതുപോലെ പാട്ട്, ഓഫ് കോഴ്സ് പാട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു മലയാളം വേർഷൻ ആയിരുന്നു ഈ സിനിമയുടെ കേട്ടോ. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് വിക്രം പ്രഭു, അനുഷ്ക ഷെട്ടി, ചൈതന്യ റാവോ മദാടി, ജഗപതി ബാബു എന്നിവരൊക്കെയാണ് സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഏകദേശം ഒരു 2.25 മണിക്കൂറോളം ഈ സിനിമയുണ്ട്. ഇതിന്റെ ഒരു കഥ എന്ന് പറയുമ്പോൾ ഘാട്ടി, അതായത് ഘാട്ടി ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ഒരു കഥയാണ് പറയുന്നത്. മെയിനായിട്ട് ഇതില് കഞ്ചാവ്, ആ സാധനത്തിന്റെ കുറച്ച് പരിപാടീസ് ഒക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അതുണ്ടാക്കുന്നതും അതുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, അതിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, പിന്നെ അവരുടെ ആ ഒരു ലൈഫ്, അത് ആ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലൈഫും കാര്യങ്ങള്, പിന്നീട് ആ ഒരു സംഭവത്തിന് എതിരായിട്ട് നിൽക്കുകയും അവർ വില്ലന്മാരായി മാറുകയൊക്കെ ചെയ്യുന്ന കുറെ സീക്വൻസുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു കഥ എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് ജീവിക്കാൻ വേറെ ഒന്നും വഴിയില്ലാതെ വരുന്ന സമയത്ത് ഈ പറയുന്ന സംഭവം കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു കഥയാണ്. പിന്നീട് അതിനെതിരെ പോരാടുന്ന ഒരു സ്റ്റോറി. ഇത്രയാണ് ഈ സിനിമയിലുള്ളൂ. പക്ഷെ ഇതിൽ എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ സീനുകളും പിന്നെ അതിന്റെ ഒരു പിക്ചറൈസിങ്ങും എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് അനുഷ്ക, എനിക്ക് തോന്നുന്നു ബാഹുബലിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട്. അതുപോലുള്ള ഫൈറ്റും സീനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരു ഹെവി ഫൈറ്റാണ് നമ്മുടെ അനുഷ്ക ഷെട്ടി കൊടുത്തിട്ടുള്ളത്. വിക്രം പ്രഭു ഒരു ഹാഫ് ടൈമിന് ശേഷം മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മരിച്ചു പോയതിനു ശേഷം പിന്നെ ഫുള്ള് ഫൈറ്റും കാര്യങ്ങളും റിവെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ അനുഷ്ക ഷെട്ടിയാണ്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ മലയാളത്തിലേക്കുള്ള ഡബിങ് ആയ കാരണം കൊണ്ടുള്ള ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ട്. ഇത് കറക്റ്റ് ഡബാണെന്നുണ്ടെങ്കിലും ഒരു രസമായിരുന്നു. ചില ഭാഗത്തുള്ള ഡയലോഗ്സിന്റെ ആ ഒരു പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാട്ട് സത്യം പറഞ്ഞ 5 കായ്ക്ക് കൊള്ളില്ല മലയാളത്തിലോട്ട് വന്നപ്പോൾ. ഇനി തെലുങ്കിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഓഫ്കോഴ്സ് ഈ സിനിമ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ബോറടി ഒന്നുമില്ല. ഒരു 2.25 മണിക്കൂർ ഈ സിനിമ ഉണ്ടെങ്കിലും നമുക്ക് രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ അത്. കാരണം ഒരു ആക്ഷൻ, അതായത് ആക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് ഈ പടം ഓഫ്കോഴ്സ് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്ന കുറച്ച് ഫോൾട്ടുകൾ മാത്രമാണ് ഈ മലയാളത്തിൻ്റെതായ രീതിയിലോട്ട് വന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇതിലെ വില്ലന്മാരെ ക്യാരക്ടറുകളാണെങ്കിലും പിന്നെ ഓരോ സീനും പിന്നെ അതിന്റെ പിക്ചറൈസിങ് കാര്യങ്ങളും സ്ഥലത്തിന്റെ ഭംഗിയും കാര്യങ്ങളും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള അതായത് നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അത് കഞ്ചാവിന്റെ ചെറിയൊരു സംഭവങ്ങളും അതിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റി പോകുന്ന കുറച്ച് വിഷയങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ അത് ഇല്ലാതാക്കുന്ന ഒരു രീതിയിൽ സിനിമ അവസാനിപ്പിക്കുന്നു. നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.